അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. സുമ്മ അമാതഹു ഫഅഖ്ബറ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? എല്ലാവർക്കും മരണമുണ്ട് എന്നാണ്. ഈ മരണത്തിന് ശേഷം മനുഷ്യന്മാരെന്താണ് ആയിപ്പോവുക? മനുഷ്യന്മാരുടെ ശരീരം അത് ഇല്ലാതായി പോവും അല്ലേ? അത് മുസ്ലിങ്ങളാണെങ്കിൽ ഖബറടക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കുഴി കുഴിച്ച് അതിലേക്ക് ഖബറടക്കുക ചെയ്യുക അല്ലേ? എല്ലാവരും അങ്ങനെയല്ല ചെയ്യുക. ചിലർ അതിനെ സംസ്കരിക്കും, അതിനെ ദഹിപ്പിക്കും, കത്തിച്ച് കളയും. പലരും പല രീതിയിലാണ്, പല സംസ്കാരങ്ങളിലും പല മതങ്ങളിലും പല രീതിയിലാണ് മരണത്തിന് ശേഷം നടക്കുക. പക്ഷെ എന്തൊക്കെ ചെയ്താലും അതൊക്കെ മടക്കപ്പെടുന്നത് ബർസഖിലേക്കാണ്. ആലമുൽ ബർസഖ് എന്ന് പറയും. ബർസഹിയായ ജീവിതം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്താ ബർസഖ് എന്ന് പറഞ്ഞാൽ? ബർസഖ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് മറ എന്നാണ് അർത്ഥം. ഇതൊരു മറ, രണ്ട് കാര്യങ്ങൾക്കിടയിലൊരു മറ എന്ന് നമ്മൾ പറയല്ലോ, രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും ബർസഖ് എന്താ? നമുക്ക് രണ്ട് ജീവിതമാണുള്ളത്. ഒന്ന് ഇഹലോകത്തുള്ള ജീവിതം, അതായത് നമ്മളുടെ ഈ ലോകത്തുള്ള നമ്മളുടെ ജീവിതം. മറ്റൊന്ന് പരലോകത്തുള്ള ജീവിതം. ആ രണ്ട് ജീവിതത്തിൻ്റെയും ഇടയിൽ ചെറിയൊരു ജീവിതമുണ്ട്. അതാണ് അതിൻ്റെ ഇടയിലുള്ളൊരു മറ എന്ന് പറയുന്നത്. അതാണ് ബർസഖ് എന്ന് പറയുന്നത്. ഈ ബർസഖ് എന്ന് പറയുന്നത് അത് നമ്മളുടെ ഖബർ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് മരണപ്പെടുന്ന എല്ലാ ആളുകളുടെയും ആത്മാക്കൾ അതിൻ്റെ ബർസഖ് എന്ന് പറയുന്ന ഒരു ലോകത്ത് എത്തിപ്പെടുന്നതാണ്. അതിനി ഖബറടക്കിയാലും വെള്ളത്തിൽ താന്നുപോയാലും കത്തിച്ചു കളഞ്ഞാലും ഒക്കെ ആയാലും അവരുടെ റൂഹുകൾ, ആത്മാക്കളൊക്കെ ബർസഖിലുണ്ടാകും എന്നാണ്. ആ ബർസഖ് എന്ന് പറയുന്നത് അനുഭവങ്ങളുള്ളൊരു ലോകമാണ്, ഒന്നും അറിയാത്തൊരു ലോകമല്ല. ബർസഖിലെത്തുന്ന റൂഹുകൾക്ക് എന്തുണ്ടാവും? പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാൾ പിന്നെ ബർസഖിലെത്തുമ്പോൾ പിന്നെ ഖബറടക്കി കഴിഞ്ഞതിന് ശേഷം മലക്ക് വരും, രണ്ട് മലക്ക് വരും. എന്നിട്ട് ചോദ്യം ചോദിക്കും, എന്താണ് നിൻ്റെ റബ്ബ് ആരാണ്, നിൻ്റെ ദീൻ ഏതാണ്, നിൻ്റെ റസൂൽ ഏതാണെന്നൊക്കെ. അപ്പോൾ ഈ ദീനിയായൊക്കെ ജീവിച്ച് ഇസ്ലാമിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി അങ്ങനെയൊക്കെ ജീവിച്ച ആളുകൾക്ക് അത് മറുപടി ഉണ്ടാവും. എന്നാൽ അതൊന്നും ചെയ്യാതെ തെറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ചിരുന്ന, അള്ളാനൊക്കെ മറന്ന് ജീവിച്ചിരുന്ന ആളുകൾക്ക് അതിനൊന്നും മറുപടി ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ മറുപടി പറയാത്തവരുടെ അടുത്ത് ഒരു ഭീകരമായ രൂപം വരുന്നു. അങ്ങനെ പിന്നെ ഒരു ഭയങ്കരമായ അനുഭവം, ഖബർ ഭയങ്കര ഇടുങ്ങിപ്പോകുന്നു. അങ്ങനെ കുടുസായ ഒരു മുറിയിൽ നമ്മൾ കുടുങ്ങിയ പോലെ അവിടെ ഒരു അനുഭവം ഉണ്ടാവുന്നു. നരകത്തിൽ നിന്നുള്ള ഒരുപാട് അനുഭവങ്ങളും അതിൻ്റെ ചൂടുമൊക്കെ തട്ടുന്ന രൂപത്തിലുള്ള ഭയങ്കര ഇടങ്ങേറുള്ള ഒരു ജീവിതമായിരിക്കും അവർക്ക് ബർസഖിൽ എന്നാണ്. എന്നാൽ മറ്റു അള്ളാഹുവിനൊക്കെ വിശ്വസിച്ച് നന്മകളൊക്കെ ചെയ്ത് ആളുകളൊക്കെ സഹായിച്ച് അങ്ങനെയൊക്കെ ജീവിച്ച ആളുകളുടെ അടുത്തേക്ക് മലക്ക് വന്നിട്ട് ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഒരിങ്ങനെ ഉത്തരം പറയും, ഒരു പെട്ടെന്ന് ഉത്തരം പറയും. നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ഇപ്പോൾ മാഷ് ചോദ്യം ചോദിച്ചാൽ പഠിച്ച ആളുകൾ എന്ത് പറയും? അറിയുന്ന ആളുകൾ പെട്ടെന്ന് ഉത്തരം പറയുമല്ലോ. ഇതേപോലെ ഈ മലക്കുകൾ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഉത്തരം പറയും, സന്തോഷമാവും. അപ്പോൾ ആ ഖബർ അതിങ്ങനെ വലുതാവും, വിശാലമാകും. അവിടെ നല്ല വിരിപ്പുണ്ടാകും, നല്ല തലയണ ഉണ്ടാകും. അതുപോലെ സ്വർഗത്തിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഭയങ്കര സന്തോഷമുള്ള ഒരു അനുഭവമായിരിക്കും ബർസഖ് എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ കുറേ കാലം നീണ്ടുപോകും. എത്ര കാലമെന്നൊന്നും നമുക്കറിയില്ല, അതിങ്ങനെ കുറേ കാലം ഉണ്ടാകും. അങ്ങനെ പിന്നെ അതിൽ നിന്ന് എപ്പോഴാണ് ഇത് കഴിയുക? അത് കഴിയുന്നത് ലോകാവസാനത്തോടു കൂടിയാണ്. ലോകാവസാനം എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ? യൗമുൽ ഖിയാമ എന്നൊക്കെ ഖുർആനിൽ പറയുന്ന, യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞാൽ എന്താ? അന്ത്യദിനം എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതായത് നിൽക്കുന്ന ദിവസം എന്നാണ് യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞാൽ. എല്ലാ മനുഷ്യരും അള്ളാൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്നൊരു ദിവസമാണത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്തുണ്ടാവും? ഈ ലോകം മുഴുവൻ തകരുന്ന ഒരവസ്ഥ വരും. അപ്പോൾ നമ്മൾ കുറേ സൂറത്ത് പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ അല്ലേ? അമ്മ ജുസിലെ കുറേ സൂറത്തുണ്ട്. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. വലിയ ഒരു ശബ്ദം അല്ലേ? വലിയൊരു വിപത്ത്, അതിനെക്കുറിച്ചൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. ഫഇദാ ജാഅത്തിസ് സ്വാഖ അൽഹാഖതു മൽഹാഖ. ഇതൊക്കെ ഈ അന്ത്യദിനത്തെക്കുറിച്ചാണ്. ഹൽ അതാക ഹദീസുൽ ഗാഷിയ. അതായത് വലിയൊരു വിപത്ത്, ഘോരമായ വലിയ ഒരു ശബ്ദം, എല്ലാത്തിനെയും മൂടുന്ന വലിയ ഒരു ഒരു ആപത്ത്, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താ? ഈ ലോകം, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകം മുഴുവൻ ഒരു ദിവസം അവസാനിക്കും. ഈ ഭൂമി അത് കിടുകിടാ വിറക്കപ്പെടും, അത് പൊടിപ്പൊടിക്കപ്പെടും. നമ്മളിപ്പോൾ കാണുന്ന പർവ്വതങ്ങളുണ്ടല്ലോ, പർവ്വതങ്ങളൊക്കെ എന്തായി പോകും? അതൊക്കെ ഇങ്ങനെ പാറിപ്പോകും. ഖുർആനിൽ പറയുന്നുണ്ടല്ലോ അല്ലേ? യൗമ യകൂനുന്നാസു കൽ ഫറാഷിൽ മബ്സൂസ്
തതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്. അതൊക്കെ ഇങ്ങനെ പാറിപ്പറന്നു പോകും, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും. അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ താറുമാറായി തകിടം മറിഞ്ഞ് എല്ലാം നശിച്ചു പോകും. അപ്പോൾ ഇവിടെയുള്ള മനുഷ്യരും അതിലുള്ള ജീവജാലങ്ങളും ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളൊക്കെ തകർന്നു പോകുന്ന, ഇല്ലാതാകുന്നൊരു ദിവസം വരുന്നതാണ്. അള്ളാഹ്ക്ക് ഇത് വളരെ എളുപ്പമാണ്. കാരണം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇതൊക്കെ സൃഷ്ടിച്ചത് പടച്ചോനാണ് അല്ലേ. ആ പടച്ചോൻ ഇതിനൊക്കെ ഇല്ലാതാക്കാനും വളരെ എളുപ്പമാണ്. അങ്ങനെ എല്ലാവരും മൺമറഞ്ഞു പോകും, എല്ലാവരും അവരുടെ ബർസഹിലേക്ക് എത്തും. അങ്ങനെ ആ ബർസഹിൽ കുറേ കാലം, അള്ളാഹ് തീരുമാനിക്കുന്ന കാലത്തോളം ബർസഹിലായിരിക്കും എല്ലാവരും ഉണ്ടാവുക. പിന്നെ ഒരു നാൾ അവരെല്ലാം വീണ്ടും പുനരുജ്ജീവിക്കും എന്നാണ്. അത് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ്. മരണാനന്തര ജീവിതം എന്ന് നമ്മൾ അതിനെക്കുറിച്ച് പറയും. അതായത് മരണപ്പെട്ട എല്ലാവരും വീണ്ടും ജീവിച്ചു വരുമെന്നാണ്. ഇതെങ്ങനെ സംഭവിക്കാനാ ആളുകളൊക്കെ ചോദിക്കില്ലേ. മരിച്ച ആരെങ്കിലും ജീവിക്കോ? മരിച്ച് മണ്ണടിഞ്ഞ് ശരീരമൊക്കെ ദ്രവിച്ചു പോയി, എല്ലുകളൊക്കെ നുരുമ്പിപ്പോയി, പിന്നെ അതിന് വീണ്ടും മനുഷ്യനുണ്ടാവേ? ഇതിപ്പോൾ മാത്രമല്ല, കുറേ കാലം മുമ്പ് ഈ ചോദ്യം ചോദിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ജീവിച്ചു വരും, വേറൊരു ലോകത്തേക്ക് പുനരുജ്ജീവിക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ കളിയാക്കി. ഒരിങ്ങനെ കുറേ നുരുമ്പിച്ച എല്ലും കഷ്ണമൊക്കെ കൊടുന്നിട്ട് അതിങ്ങനെ പൊടിച്ചിട്ട് അങ്ങനെ പറത്തി. എന്നിട്ട് റസൂലിനോട് ചോദിച്ചു, ഈ എല്ലും കഷ്ണം, ഈ പാറിപ്പോയ പൊടിയെന്നൊക്കെ വീണ്ടും മനുഷ്യനുണ്ടാക്കേ? എന്ത് ബടായ പറയുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ. ഇതൊന്നും കഴിയില്ല. അവരിതിനെ നിഷേധിക്കാൻ കാരണം ഇതൊക്കെ ഇമ്പോസിബിൾ, ദാറ്റ്സ് ഇമ്പോസിബിൾ എന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ അള്ളാഹ് അവരോട് ചോദിക്കുകയാണ്, ഈ മനുഷ്യൻ ആദ്യം എങ്ങനെ ഉണ്ടായി? ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നൊരു മനുഷ്യൻ എങ്ങനെ ഉണ്ടായത്? അങ്ങനെ ഉണ്ടാക്കാൻ പടച്ചവന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മനുഷ്യനെ വീണ്ടും ഉണ്ടാക്കാൻ അള്ളാഹ്ക്ക് എന്താ പാട്? അള്ളാഹ് ആദ്യം സൃഷ്ടിച്ച അള്ളാഹ്ക്ക് വീണ്ടും സൃഷ്ടിക്കാൻ എന്ത് പാടാനുള്ളത്? മാത്രമല്ല അള്ളാഹ് ചോദിക്കുന്നുണ്ട്, അൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹാ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ വളരെ ചെറിയൊരു ജീവിയാണ് അല്ലേ. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എത്ര വലുതാ. ആകാശത്തെക്കുറിച്ച് പറയണം അള്ളാഹു. ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയേക്കാളും വിശാലമായി പരന്നു കിടക്കുന്ന ഒരു ആകാശമാണ്. ഈ ആകാശത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് അള്ളാഹ്. എന്നിട്ടാണോ ഈ ചെറിയ മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കാൻ പാട്? അങ്ങനെ അള്ളങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാടുള്ള കാര്യമൊന്നുമല്ല നമ്മളെ വീണ്ടും സൃഷ്ടിക്കുക എന്നുള്ളത്. മാത്രമല്ല മരണത്തിന് ശേഷം ശരിക്കൊരു ജീവിതം വേണ്ടേ? നമ്മൾ ആലോചിച്ച് നോക്കുക. പല ആളുകളും വിചാരിക്കുന്നത് മരണത്തോടെ ജീവിതം അവസാനിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഭയങ്കര അനീതിയാണ് അല്ലേ, ഭയങ്കര ദുൽമാണ്. കാരണം ഈ ലോകത്ത് എത്രയോ മനുഷ്യന്മാർ ഒരു നീതിയും കിട്ടാതെ ജീവിക്കുന്നുണ്ടല്ലേ. ചിലരൊക്കെ ജീവിതകാലം മുഴുവൻ ഒരുപാട് കഷ്ടപ്പാടും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു കുറ്റവും ചെയ്തിട്ടുണ്ടാവില്ല. അവർ കുറേ നന്മ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഫുൾ കഷ്ടപ്പാടായിരിക്കും. എന്നിട്ട് ഓരങ്ങനെ മരിച്ചു പോവുക. എന്നാൽ വേറെ കുറേ ആളുകളോ, അവർ ജീവിതത്തിൽ ഫുൾ കച്ചറ, ഫുൾ പ്രശ്നങ്ങൾ, ഫുൾ അക്രമങ്ങൾ, കുറേ ആളുകൾ ഉപദ്രവിച്ചു, എത്രയോ ആളുകളെ കൊന്നുകളഞ്ഞു, അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് ഓരും മരിച്ചു പോവുക. അപ്പോൾ രണ്ട് കൂട്ടരും ഒരുപോലെ മരിച്ചു പോയി ജീവിതം കഴിഞ്ഞാൽ ഇതിലെന്ത് നീതിയുള്ളത്? ഇപ്പോൾ നമ്മൾ ഫലസ്തീനിലൊക്കെ കാണുകയാണല്ലേ, എത്ര കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നു, എത്ര കുഞ്ഞുങ്ങളാണ് അവിടെ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളോടൊക്കെ ക്രൂരത കാണിച്ച ആളുകൾ അവരിങ്ങനെ യാതൊരു പ്രശ്നമില്ലാതെ ജീവിച്ചെന്നെ മരിച്ചു പോകുന്നു. ഈ കുഞ്ഞുങ്ങളോ, അവിടുത്തെ ആളുകളോ കഷ്ടപ്പെട്ട് അവർ മരിച്ചു പോകുന്നു. രണ്ടുപേരുടെയും അവസാനം ഒരുപോലെ ആകുന്നത് ശരിയാവില്ലല്ലോ. മാത്രമല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എത്രയോ മറ്റു ജീവജാലങ്ങളിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തനാലേ. ഒരുപാട് ബുദ്ധിയും കഴിവും ശക്തിയും ഒക്കെ നൽകപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടൊരു പോത്ത് മരിക്കുന്നത് പോലെ, ഒരു പൂച്ചക്കുഞ്ഞ് മരിച്ചു പോകുന്നത് പോലെ ആണ് മരിച്ചു പോകാനുള്ളതാണോ മനുഷ്യന്? അല്ല. മനുഷ്യന് ഒരു പൂർണ്ണത വേണം. അതിന് ഈ ലോകത്ത് സാധ്യമല്ല. വേറൊരു ലോകം വേണം. ആ ലോകത്താണ് അക്രമം ചെയ്ത ആളുകൾക്കൊക്കെയും ഈ ലോകത്തെ എല്ലാ അക്രമികളും ശിക്ഷിക്കപ്പെടും. ഇനി കുറച്ചൊക്കെ ശിക്ഷിച്ചാലും അവർ ചെയ്ത തെറ്റുകൾക്കും അക്രമങ്ങൾക്കും അത് പകരാവോ? ഇല്ലല്ലോ. ഇപ്പോൾ 100 പേരെ കൊന്ന ഒരാൾ നമുക്ക് ഈ ലോകത്ത് മാക്സിമം എന്താ ചെയ്യാൻ പറ്റുക? ഒരു പ്രാവശ്യം കൊല്ലാൻ പറ്റൂലേ? അങ്ങനെ ചെയ്ത അയാൾ ചെയ്ത തെറ്റിന് പകരാവോ? ഇല്ല. വേറെ ഒരുപാട് ആളുകൾ കുറേ നന്മ ചെയ്തിട്ടും ചിലപ്പോൾ ജീവിതകാലം കുറേ ജയിലിലൊക്കെ കിടക്കേണ്ടി വന്നിട്ടുണ്ടാവും. അതുപോലെ ചില ആളുകൾ ജനിച്ച മുതലേ കട്ടിലിൽ കിടക്കുന്ന കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകൾ. അപ്പോൾ ഇവർക്കൊക്കെ നീതി കിട്ടുന്ന, ഇവരൊക്കെ ചെയ്ത നന്മകൾക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു ലോകം വേണമല്ലോ. അത് നമ്മളുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ തന്നെ തിരിയും. വേറൊരു ലോകം ആവശ്യമാണ്. അപ്പോൾ ഇസ്ലാം അതിനെക്കുറിച്ചാണ് പറയുന്നത്. പരലോകം എന്ന് പറയുന്നൊരു ലോകമുണ്ട്. അത് എല്ലാം അവസാനിച്ചതിന് ശേഷം അങ്ങനെ ഒരു ലോകം രൂപപ്പെടും. അവിടെ എല്ലാ മനുഷ്യരും പുനരുജ്ജീവിച്ച് വരും.
അപ്പോൾ അതിനെക്കുറിച്ച് ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇസ്രാഫീൽ എന്ന് പറയുന്നൊരു മാലാഖ ഒരു കാഹളത്തിൽ ഊതുക എന്ന് പറഞ്ഞാൽ അതൊരു സൈറനാണ്. ആ സൈറന് ഉണ്ടാകുമ്പോൾ ലോകാവസാനം സംഭവിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു സൈറൻ ഉണ്ടാകുമ്പോൾ എന്താവും? എല്ലാവരും പുനരുജ്ജീവിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു സൈറൻ ഉണ്ടാകും. അതോടുകൂടി എല്ലാവരും മഹ്ശറയിലേക്ക് എത്തുകയാണ്. മഹ്ശർ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.